എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഫ്രാൻസിസ് ചൂണ്ടൽ. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഇതെങ്ങോട്ടാ ഫ്രണ്ട്സ് സിലിണ്ടർ കൊണ്ട്? ഈ സിലിണ്ടർ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തിനാ കട്ട് ചെയ്യുന്നേ? ഇത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു സിലിണ്ടറാ. അപ്പൊ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ എന്തൊക്കെ നിറയ്ക്കണമെന്ന് പല ആൾക്കാർക്കും ഒരുപാട് ഡൗട്ട് ഉണ്ട്. വെള്ളം ശുദ്ധീകരിക്കാൻ പോകുമ്പോൾ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് നിറയ്ക്കണതെന്ന് പലരും നമ്മളോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡൗട്ട് മാറ്റാൻ വേണ്ടി ഈ സിലിണ്ടറിന്റെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ ഒരു ഗ്ലാസ് ഇടും. ആ ഗ്ലാസ് ഇട്ടതിന് ശേഷം ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം മെറ്റീരിയലാണ് നിറയ്ക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ നേരിട്ട് നമ്മൾ കാണിച്ചു തരും. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ഇനി നമ്മൾ അളവെടുത്തിട്ട് ഇത് മുറിക്കാൻ പോവാണ്. മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ മേളിൽ ഒരു ഗ്ലാസ് ഇടും. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ മേളിൽ നമ്മളൊരു ഗ്ലാസ് ഇടാൻ പോവാ. നമ്മൾ ഈ സിലിണ്ടർ കട്ട് ചെയ്തു, അതിന്റെ മേളിൽ ഗ്ലാസ് ഇട്ടു. ഈ ഗ്ലാസ് ഇട്ടത് എന്തുകൊണ്ട് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചില്ല എന്ന് വെച്ചാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഇത് ഉൾപ്പെടുത്താതിരുന്നത്. അതിൽ ഖേദിക്കുന്നു. ഗ്ലാസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്തെല്ലാം മെറ്റീരിയലാണ് നിറയ്ക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ നേരിട്ട് നമ്മൾ കാണിച്ചു തരും. ഗ്ലാസ് ഇട്ട ആ സിലിണ്ടറിനുള്ളിൽ നിറയ്ക്കുന്ന മെറ്റീരിയലാണ് ഈ കാണുന്നതല്ല. നമ്മുടെ കേരളത്തിൽ പല വീടുകളിലും സിലിണ്ടറുകൾ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിലുണ്ടാകുന്ന അഴുക്കുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഇതിലുള്ള മീഡിയകൾ ഏതൊക്കെയാണ് നമ്മൾ നിറയ്ക്കേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനം എടുക്കണം. ഇതെല്ലാം വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുന്ന മീഡിയ തന്നെയാണ്. സൈലക്സ്, കാറ്റലോക്സ്, ആന്ത്രാസൈറ്റ്, ആക്ടിവേറ്റഡ് കാർബൺ, DMI 65 ഇതൊക്കെ വെള്ളം ശുദ്ധീകരിക്കാൻ ഉൾപ്പെടുത്തുന്ന സാധനങ്ങളാണ്. പക്ഷേ നമുക്ക് ഏതൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്നത് വെള്ളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം. ഇപ്പം നമ്മൾ ഇവിടെയുള്ള എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സൈലക്സ് എന്ന് പറയുന്ന ആദ്യ ഐറ്റംസ്, അതായത് ഈ സ്റ്റോൺ നമ്മൾ നിറയ്ക്കാൻ പോവാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിനുള്ളിൽ നിറച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുത്ത് ആ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സിലിണ്ടറിലേക്ക് വേണ്ട എല്ലാ വർക്കുകളും തീർന്നിരിക്കുകയാണ്. ഇപ്പം ഇന്ന് വെള്ളം ശുദ്ധീകരിക്കാനായി കിട്ടാവുന്ന എല്ലാ ഐറ്റംസും ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഗ്രാവിറ്റി ലൈനിൽ നമ്മളിത് കൊടുത്ത് നമ്മൾ ഈ ലൈനിൽ കൂടെ ഈ ഗ്ലാസ് ഇട്ട ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റി ഇതിനെ നല്ല വെള്ളമാക്കി മാറ്റുക. അതുകൂടാതെ ഇതിൽ വരുന്ന ചെളിവെള്ളം, ഇത് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെളിവെള്ളം ഇതിൽ വരും. ആ ചെളിവെള്ളത്തെ നമ്മൾ ബാക്ക് വാഷ് ചെയ്തിട്ട് ദേ ഈ കാണുന്ന പച്ച പൈപ്പിൽ കൂടെ ഇതിൽ കൂടെ നമ്മളത് ബാക്ക് വാഷ് ചെയ്തിട്ട് അത് പുറത്തോട്ട് കളയും. ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ ശുദ്ധീകരിക്കാനായിട്ടുള്ള വെള്ളം എടുക്കുന്നത്. ഈ വെള്ളത്തിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയാലോ?
അപ്പോൾ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് എടുക്കാം. കണ്ടോ, ഇതാണ് വെള്ളം. ഈ വെള്ളമാണ് നമ്മൾ ശുദ്ധീകരിക്കാൻ പോകുന്നത്. ബാക്ക് വാഷ് ഇടാണ് കേട്ടോ. ഇപ്പം അതിൽ കൂടെ ബാക്ക് വാഷിന്റെ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലിട്ടിരിക്കുന്ന സാധനങ്ങളുടെ മേളിലുള്ള അഴുക്കുകളെ ബാക്ക് വാഷ് ചെയ്ത് തൊട്ട് ചെളിവെള്ളമാക്കി കളയാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക് വാഷ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഈ സിലിണ്ടറിൽ ഇത് ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കണം. നമ്മളിനി റിൻസിലേക്ക് ഇടാൻ പോവാണ്. ഈ ബാക്ക് വാഷ് ചെയ്ത വെള്ളത്തിനെ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് റിൻസിലിടുന്നത്. ഇതാ ഇപ്പോൾ റിൻസിലിട്ടു, വെള്ളം കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമായി മാറും. ഇപ്പോൾ നമ്മൾ ബാക്ക് വാഷിൽ കണ്ട വെള്ളമല്ല, ഇപ്പോൾ റിൻസിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നേരെ ഫിൽറ്ററിലേക്കാണ്. ഇതാണ് വെള്ളം, കണ്ടോ? ഇപ്പൊ നേരത്തെ കണ്ട വെള്ളം, ഈ വെള്ളം നിങ്ങൾ നോക്ക്, ഇത്രയും തെളിഞ്ഞ വെള്ളം. ദേ കണ്ടോ, ഇതാണ് വെള്ളത്തിന്റെ വ്യത്യാസം. ഇത്രയും മോശപ്പെട്ട വെള്ളമാണ് നമ്മൾ ഈ സിലിണ്ടറിൽ കൂടെ ഇത്രയും ശുദ്ധീകരിച്ചിട്ട് ക്ലിയർ ആക്കി മാറ്റണത്. ഇതാണ് ഈ സിലിണ്ടറിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഈ വെള്ളം തെളിഞ്ഞ വെള്ളമായി മാറണത് എന്ന് ചോദിക്കുന്ന രീതി ഇതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.